ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് കോളേജിലേക്ക് വന്നതാണ്. അറിയോ പേരെന്ന് പറയാം, ഒന്ന് പരിചയപ്പെടുത്തോ? എൻ്റെ പേര് നതീഷ് എന്നാണ്. ഞാൻ 2021 ഞാനും വിഷ്ണു വിജയനും ഇവിടെ നിന്ന് പാസ് ഔട്ടായി ഇറങ്ങിയതാണ്. നമ്മൾ രണ്ട് ബ്രാഞ്ച് അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് ഇപ്പോഴും ആ സൗഹൃദം നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്ന നമ്മളെ കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. നോക്കാം, കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിനകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. പഴയ ഓർമ്മകളെല്ലാം നമുക്ക് രണ്ടുപേർക്കും വീണ്ടെടുക്കുന്നുണ്ട്. നമ്മൾ അടികൂടിയതും പിടിച്ചുള്ളതും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മകൾ വീണ്ടും എല്ലാം. അതുപോലെ തന്നെ കോളേജിൽ ഒരുപാട് ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോസ് കാണിച്ചു തരും. ഇതാണ് നമ്മളെ കോളേജിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അവിടെ നമ്മളെ ആഡിറ്റോറിയം, നമ്മളെ വോയിസ് കൊടുത്തു, നമ്മളവിടെ പഴയ നമ്മളെ ആഡിറ്റോറിയം വെള്ളാപ്പള്ളി നടേശം വന്ന് ഉദ്ഘാടനം ചെയ്ത ഓഡിറ്റോറിയം. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന അങ്ങോട്ടെല്ലാം നമ്മൾ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ മെയിൻ എൻട്രൻസിലേക്ക് പോവാം. ഇതാണ് നമ്മളെ നിതീഷ് ഈ ഭാഗങ്ങളിലേക്ക് നല്ല എന്തൊക്കെ പുരോഗമനം വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ ജസ്റ്റ് ഒരു തറയോട് കണക്ക് സെറ്റ് ചെയ്ത് ഈ ഒരു ഗാർഡൻ സെറ്റപ്പ് ആ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലോട്ടാക്കി. നമ്മൾ പഠിക്കുമ്പം ഇത് വല്ലതും ഉണ്ടായിരുന്നോ? നമ്മൾ പഠിക്കുമ്പം ഇത് ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഈ ഒരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ടായിരുന്നു. പ്രോജക്റ്റ് ചെയ്തത് പ്രോജക്റ്റ് 2 എന്ന് കൊടുത്താക്കുന്നല്ലേ? അതെന്തോ സംഭവം 2013-2014 ഗാർഡൻ. അത് ഈ സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തേക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ കുറെ ചെടികളും ആ സാധനമൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ഉണ്ട്. അത് പഠിക്കുമ്പോഴതിനകത്ത് മീനുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പഠിക്കുമ്പോൾ. താമരയും പിന്നെ ഇവിടെ ഈ തറയോടൊക്കെ നല്ല ഡിസൈൻ ഉണ്ട്. ഇപ്പൊ കാണാൻ ഒരുപാട് പുരോഗതി ഉണ്ട്. നമ്മൾ ഇറങ്ങിയ ശേഷം കോളേജിന്റെ പെയിന്റ് തന്നെ മാറ്റി നമ്മൾ ഇറങ്ങിയ ശേഷം ഈ കോളേജിലോട്ട് പിന്നെ വന്നിട്ടില്ല. 3 വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇപ്പോഴാണ് ഗൈസ് തിരിച്ചെത്തുന്നത് ഈ കോളേജ്. എന്തൊക്കെ പഴയ ഓർമ്മകൾ എനിക്ക് വീണ്ടും ആ സംഭവമൊക്കെ ഇപ്പോഴും അത് പിന്നെ വന്നേ. നമ്മൾ പഠിക്കുമ്പോൾ എന്താ അത് നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ കയറ് കെട്ടി ഒരു പാല സെറ്റപ്പ് കണക്കാക്കി എടുത്തത് ഇപ്പോഴാണല്ലേ. ഇവിടെ എല്ലാം നല്ല പുരോഗതിയുണ്ട്. പിന്നെ അപ്പുറത്ത് കൃഷിയൊക്കെ ചെയ്തതായിട്ടൊക്കെ കാണാൻ പറ്റും. കൃഷി ചെയ്തായിട്ടും എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇതെന്തോടാ സംഭവം? ചെടി വളർത്തിച്ചാണോ? മറ്റേ പച്ചക്കറിയല്ലാണോ ഇത്? എനിക്കൊക്കെ ഗാർഡൻ കുറച്ചും കൂടെ ഇതാക്കാൻ NSS ടീമുണ്ട് ഗൈസ് ഇവിടെ. ആ NSS ടീമിന്റെ വർക്കായിരിക്കും ഇത് മിക്കവാറും. ഇതെല്ലാം നല്ല പുരോഗതിയുണ്ട് നമ്മൾ ഇറങ്ങിയ ശേഷം. അല്ലെ, ഇതൊന്നും ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള വ്യൂസ് ആണ് മൊത്തം കാണുന്നത്. പിന്നെ കോളേജിന്റെ ലോബി ചെയ്തിരിക്കുന്നത് വളരെ ഇത് കൊള്ളാല്ലേ സംഭവം? നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് സംഭവം. ഇത് എന്തോ പച്ചക്കറി എന്തോ ആണ്. പിന്നെ ബാക്കി അങ്ങോട്ടും കോളേജിന്റെ ലോബി കാണാം നമുക്ക്. ആണ് കോളേജിന്റെ ലോബി. ഈ ഒരു ഗുരുദേവനും ഇതൊക്കെ നമ്മൾ ഇറങ്ങിയ ശേഷം ഇവിടെ ടൈലൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം ഇപ്പോഴും വന്നതല്ലേ? ഈ ടൈലൊന്നും ഇപ്പൊ ഇല്ല. നമ്മൾ പഠിക്കുമ്പോൾ ഈ ലോബി, അതായത് ലോബി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നും പറഞ്ഞാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇറങ്ങിയ ശേഷമാണ് ഈ കോളേജിൽ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ വന്നിട്ട് ഒരുപാടായി, പഠിച്ചിറങ്ങിയിട്ട് പിന്നെ വന്നിട്ടില്ല. പിന്നെ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ മറ്റേ ഓഡിറ്റോറിയത്തിന്റെ ഡോറെല്ലാം ആ ബാക്ക് ഡോറ് നമ്മൾ പഠിച്ചപ്പോഴുള്ള ഡോറയല്ല. നല്ല പുരോഗതി, നല്ല മാറ്റം. പിന്നെ ഇവിടെ എന്തോ ഒരു ബോർഡ് വെച്ചാകുന്നുണ്ട്. അതേ കണക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം? ആരാണെന്നൊരു പിടുത്തം. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താ കൊള്ളാം. അങ്ങനെ ഇതും ആടെ എഴുതി ചാക്കുന്നു. സെമിനാർ പോളിടെക്നിക് കോളേജ് കൊട്ടിയം സെമിനാർ ഹാൾ ഇനാഗുറേഷൻ. നമ്മളെ അങ്ങോട്ട് കാണിക്കാം. ഇതിപ്പം ഓഡിറ്റോറിയം, എനിക്ക് തോന്നുന്നു ഓഡിറ്റോറിയം മാറ്റിയിട്ട് ഇത് മെയിൻ ഒരു സെമിനാർ ഹാൾ കണക്ക് അവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല പുരോഗതിയുണ്ട്. ഇപ്പൊ AC ഒക്കെ ഇരിക്കുന്നു. നമ്മള് പഠിക്കുമ്പോ AC ഒന്നും ഇല്ല. LC ഇപ്പോഴും ഒന്നാണ്. പിന്നെ നമ്മളെ കോളേജില് നടപ്പാത ഫുള്ളും 3 വർഷം കൊണ്ട് ഇത്രയൊക്കെ മാറി. ഇതാണ് നമ്മളെ ഡ്രോയിങ് ഹാള്, ഗ്രാഫിക്സ് ഹാള്. ഇവിടെ അവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നല്ല പുരോഗതിയുണ്ട്. ഞാൻ ആഡിറ്റോറിയം എന്നെ കാണിച്ചത്. ആഡിറ്റോറിയം ഒക്കെ മാറിയിട്ടുണ്ട്.
ചെയറൊക്കെ ഉണ്ട്, കയറാനൊന്നും പറ്റത്തില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഓരോ വർഷവും പഠിച്ചിറങ്ങുമ്പോൾ ഇവിടെ ഒരു അലുമിനി അസോസിയേഷൻ കൂടും, അവരുടെ വക സംഭാവനയും കാര്യങ്ങളും അതൊക്കെ കൊടുത്താണെന്ന് തോന്നുന്നു. എനിക്ക് ഇത്രയും പുരോഗമനം ഇവിടെ കാ ഉണ്ടായിരുന്നല്ലോ നമ്മള് മറ്റേ ചുമന്നൊരു കാ, അതിപ്പോ ഇല്ലെന്ന് തോന്നുന്നു. ആ മരം വളർന്നു കേട്ടോ. അന്ന് ഈ മരം ചെറുതായിരുന്നു, സംഭവം നല്ല പൊക്കം വെച്ച് വളർന്നിട്ടുണ്ട്. 3 വർഷം കൊണ്ട് ഇത്രയൊക്കെ മാറി. ഇതാണ് നമ്മളെ ഡ്രോയിങ് ഹാള്. അവസാനത്തെ എക്സാം നമുക്ക് എല്ലാ ഹാളും ഉണ്ടായിരുന്നല്ലോ. എന്നാലും അവസാനത്തെ എന്റെ എക്സാം അവസാനത്തെ എനിക്ക് മുകളിലെ എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ ചില പെയിന്റ് ഒക്കെ അടിച്ചതും അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളു. എന്റെ നിതീഷിന്റെ ക്ലാസ് ആണിത്. നമ്മളെ ക്ലാസ് ഒക്കെ മേലെ കയറാൻ പറ്റില്ല, അവിടെ ക്ലോസ് ആണെന്ന് തോന്നല്ലേ? ക്ലോസ് ആയിരിക്കും. അങ്ങ് ബാക്ക് വരെ ഉണ്ട്, കാണാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ഇത് തുറക്കാൻ പറ്റും. തുറക്കാം എന്താ. പക്ഷേ ഞാൻ ഇവിടെയൊക്കെ എക്സാം ഒക്കെ എഴുതി, മാത്സ് എക്സാം ഉണ്ട് ഇവിടെ വെച്ചാൽ, സെക്കൻഡ് ഇയർ മാത്സ് എക്സാം. പഴയ ഓർമ്മകളൊക്കെ വീണ്ടെടുക്കുന്നത്. പിന്നെ അത് NCCയുടെ നല്ല ജസ്റ്റ് അല്ലെങ്കിൽ നോക്കിയാൽ മതിയാ. ഇവിടെയൊക്കെ മാറ്റം, ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്റെ മാറ്റം ഇവിടെയൊക്കെ കുറച്ച് പോച്ചകൾ വിളിച്ചല്ലാതെ കുറച്ച് പ്രകൃതി രമണീയമായിട്ട് കുറച്ച് പച്ചപ്പുകൾ. ഇതാണ് NSS റൂം. ഏതാണ്? സിവിലിന്റെ ക്ലാസ് ആണ്. സിവിലിന്റെ ക്ലാസ് ആയിരുന്നല്ലേ ഇത്? നിങ്ങൾ കട്ടനൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? അതെ അതെ, കട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കാണുന്നതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. നമുക്ക് ലാബെല്ലാം അങ്ങ് അപ്പുറത്തെ സൈഡായിരുന്നു. ഇത് മെക്കാനിക്കലിന്റെ ഇലക്ട്രിക്കലിന്റെയും വർക്ക്ഷോപ്പുകളാണ്. അത് ലാബ്. പിന്നെ അതെന്തോ സംഭവം, ഇത് ലേഡീസിന്റെ ലോഞ്ച് ആയിരുന്നല്ലേ? ഇതിന്റെ ബാക്കിലാണ് അവിടെ എന്തോ സംഭവം വന്നാക്കുന്നത്, എന്തോ ഷെഡ് കണക്ക് കിട്ടിയാക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരാം. ഇത് നമ്മളെ സ്റ്റോർ ലൈറ്റ് ഇട്ടാക്കുന്ന കേട്ടാ. ഇന്റർവെൽ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇങ്ങോട്ടാണ് ഓടി വരുന്നത്. ആ ലൈറ്റൊക്കെ ഇട്ടാക്കുന്നത്. അതൊക്കെ മതി. പഴയ ഓർമ്മകള് എന്ന് വെച്ചാൽ നമ്മൾ എൻജോയ് ചെയ്തു ആ ഒരു. പക്ഷെ നമ്മള് ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളും കോവിഡ് ആയിരുന്നല്ലേ? ആ ഒരു അവസാന ഘട്ടം, അതിന്റെ ഒരു ലാസ്റ്റ് ഇയർ മാത്രം കോവിഡ് കൊണ്ടുപോയി. ഫുള്ള് കോവിഡോ ടൂറ് കാര്യങ്ങളൊക്കെ കിട്ടിപ്പോയി. നമ്മളെ ടൂറൊന്നും വന്നില്ല, പക്ഷെ വളരെ ആശിച്ചായിരുന്നു നമ്മള്. പിന്നെ അത് സബ്സ്റ്റേഷൻ ആണ് കാണുന്നത്. വീഡിയോക്കത്തിന്റെ എല്ലാം മാക്സിമം ഞാൻ എടുക്കാൻ പറ്റുന്ന എല്ലാം എടുക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ പഠിക്കുന്ന പിള്ളേർക്ക് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കാം. ബസ് ബാർ, അതിന്റെ എല്ലാവിധ സാമഗ്രികളും കണ്ടു മനസ്സിലാക്കാൻ നമുക്ക് അവിടെ ഉണ്ട്. നല്ല കാറ്റുണ്ട്, മഴയുടെ ഒരു ഇതുണ്ട്. വീഡിയോക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഇത് വരും എന്ന് വെച്ചാൽ ഷേക്ക് കാണും. നമ്മളെ ലൈബ്രറിയാണത്, പുതിയ ലൈബ്രറി ആണല്ലേ? നമ്മൾ ഇറങ്ങിയ ശേഷമാണോ വന്നത്? അല്ല, നമ്മള് പണി ആക്കുന്നുണ്ടല്ലോ പഠിക്കുന്ന സമയത്ത്. ആ ഒരു ഓഡിറ്റോറിയം ഇനാഗ്രേഷൻ നടന്ന സമയത്ത് തന്നെ ഈ ലൈബ്രറിയുടെ ഇനാഗ്രേഷൻ ഉണ്ട്. ഞാൻ ഇതുവരെ കേറിയിട്ടില്ല. ഞാൻ കേറിയിട്ടുണ്ട്. മറ്റേ ക്രെയിനാ നമ്മളിവിടെ ഇട്ടിരുന്ന ഒരു ക്രെയിൻ, അത് ഇവിടെ ഇല്ലെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പിന്നെ കുറച്ച് മരങ്ങളും ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഇവിടെ നമ്മള് ഫുട്ബോൾ ഇതൊക്കെ കാണാൻ വേണ്ടി ഇവിടെ ഇരുന്നായിരുന്നു കാണുന്നത്. ഈ തണൽ മരം ഒരുപാട് ഉണ്ടായിരുന്നു. പട്ടിയോ കാര്യങ്ങളോ വല്ലതും. ഈ മരങ്ങളൊക്കെ വളർന്നല്ലേ? നമ്മൾ പഠിക്കുമ്പോ ഇത്ര ഒന്നും വളർന്നിട്ടില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോ ബാക്ക് വശത്ത് നിന്ന് ഇത്ര അവിടെ നിന്ന് ഇത്ര നല്ല ദൂരം ഉണ്ട്. നമ്മളെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ബയോഗ്യാസ് പ്ലാന്റ് അത് ഇട്ട് കൊടുക്കും. ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു ഓട്ടം മെക്കാനിക്കലിന്റെ അല്ല, ഞങ്ങളുടെ പ്രൊജക്റ്റ് ആണ്, മിനി പ്രൊജക്റ്റ് ആണ് നമ്മളെ ഗ്രൗണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഗ്രൗണ്ടിനും നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന അത് മറ്റേ പോസ്റ്റ് കണക്കുള്ള സംഭവങ്ങളെല്ലാം എപ്പോഴും ഉണ്ടല്ലേ? ഗ്രൗണ്ട് ചുറ്റും അവിടെയൊക്കെ കാട് പിടിച്ച് അങ്ങ് വരെ ഉണ്ട് ഗ്രൗണ്ട്. അതെന്തോ അത് മറ്റില്ല നേരെ കാണുന്ന ഭിത്തി. ആ നേരെ കാണുന്ന ഭിത്തി ഉണ്ടോ? അത് സൂം ചെയ്ത് കാണിക്കാം. NCC ഷൂട്ടിംഗ് നടക്കുന്ന ആ ഒരു ഏരിയ ആണ്. NCC ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. NCC ഇതാണ് നമ്മളെ അത് മറ്റേ KCB അവിടെ നമ്മുടെ ബാക്കിൽ നിന്നുള്ള കോളേജിന്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് മൊത്തം കാണുന്നത്. ഇപ്പം ഇത് ബാക്കിൽ നിന്നുള്ള വ്യൂ ആ.
വീഡിയോക്ക് എത്രത്തോളം കോളേജിന്റെ ബാക്കി എന്ന വർക്ക്ഷോപ്പ് അതിന്റെയൊക്കെ ഫ്രണ്ട് ഭാഗമാണിത്. വീഡിയോക്ക് എത്രത്തോളം ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. മാക്സിമം ചിലപ്പം ഷേക്കാണ് വീഡിയോ. ഞാൻ സ്റ്റില്ലായിട്ടല്ല, നടന്നുകൊണ്ടിട്ടാണ് വീഡിയോ ഇപ്പോൾ എടുത്ത് വോയിസ് കൊടുക്കുന്നത്. കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലാബ് നമ്മളെ ലാബ് ഇവിടെ ഇല്ല, നമ്മളെ ലാബ് അപ്പുറത്തായിരുന്നു. അത് കാണിക്കാം. ഇതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലാബ്, സിവിലിന്റെ എഞ്ചിനീയറിംഗ് ലാബ്. ഇതിനകത്ത് തന്നെയാണ് AC DC അങ്ങനെ പല മെഷീൻസ് കാര്യങ്ങളൊക്കെ വെച്ചുള്ള ലാബാണ് ഗൈസ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് മെക്കാനിക്കൽ ഹൈഡ്രോളിക്സ് ലാബ്. ഞങ്ങൾ ലാബല്ലേ? ഞാൻ മെക്കാനിക്കലിന്റെ ലാബാണ് ഇത്. പക്ഷെ ഞങ്ങളുടെ ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ ലാബിൽ വെച്ച്. ലാബിന്റെ ഹൈഡ്രോളിക്സ് ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ഒരു ലാബായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് പഠിക്കുന്നവരെ അവർക്ക് നല്ലോണം അറിയാം എത്രത്തോളം പാടുണ്ടായിരിക്കും. നല്ല കണക്ക് അറിയാൻ പറ്റും അവർക്ക്. അത് മാത്രമല്ല, ഇത് കിർലോസ്കർ ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. അത് ചെയ്യാനാണ് ഞങ്ങൾ ഏറ്റവും ഹൈഡ്രോളിക്സ് ലാബ്, ഫ്ലൂയിഡ് മെക്കാനിക് ലാബ്, ഹൈഡ്രോളിക് മെഷീൻസ് ആൻഡ് ഫ്ലൂയിഡ് പവർ ലാബ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബ്. അതാണ് അതിനകത്താണ് ഇത് നിങ്ങൾക്ക് BMW എഞ്ചിനൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട് ഗൈസ്. തീർച്ചയായും ഉണ്ട്. അതിനകത്ത് BMW എഞ്ചിനൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഹീറ്റ് എഞ്ചിൻ ലാബാണത്. നമ്മുടെ ബോയിലേഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഈ ലാബിനകത്ത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയുള്ളതുണ്ടായിരുന്നു. പിന്നെ ഇത് CAD ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എഞ്ചിൻ്റെ ഒക്കെ ഒരു 3D വ്യൂ നമുക്ക് കമ്പ്യൂട്ടറിൽ വരച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ലാബാണത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലിന്റെ CAD ലാബും ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ വർക്ക്ഷോപ്പ് അല്ലേ ഇത്? നമ്മുടെ വർക്ക്ഷോപ്പ്. നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. ഇവിടെ നമ്മള് അകത്തൊന്നും നമുക്ക് കയറി കാണിക്കാനുള്ള ഒരു ഇതില്ല. അന്ന് നമുക്ക് അതാണെങ്കിൽ ഒരു ഭയങ്കര വിഷമമായിട്ട് തോന്നുകയാണെങ്കിലും ഇപ്പൊ അത് ആലോചിക്കുമ്പോ നമുക്ക് നൊസ്റ്റ് അടിക്കുവാണ്. ഇതായിട്ട് എനിക്ക് എന്താന്ന് അറിയാം. ജമന്തിയോ? അത് ജമന്തി പച്ചക്കറി അല്ല, അത് പൂവാണ്. ഗാർഡൻ സെറ്റപ്പ് കണക്ക് അവരാക്കി എടുക്കുകയാണെന്ന് തോന്നുന്നു. നല്ല മാറ്റമുണ്ട്. നല്ല കാര്യം. ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? നല്ല കാര്യങ്ങൾ. ഇവിടെ നല്ല മാറ്റമുണ്ട്. ഇത് ചെടിയാ ജമന്തി ആയിരിക്കും അല്ലേ? എനിക്ക് കണ്ടിട്ട് അതാണ് തോന്നുന്നു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഏതാണ് അതെന്തോ സംഭവം? അത് നമ്മൾ പഠിക്കാൻ ഉണ്ടായിരുന്നോ? അത് ഉണ്ടായിരുന്നു. പേരെന്തോ? മഴമറ അല്ലേ? എന്നാൽ ക്ലബിന്റെ പേര് തന്നെ ആയിരിക്കും, മഴമറ. ഇതാണ് സംഭവം. അടിപൊളിയായിട്ട്. ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം ലൈബ്രറിയുടെ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തായിരുന്നു പോകുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ടില്ല. ലൈബ്രറിയിൽ ഞാൻ ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. സാറ് ഇവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓടി ഇവിടെ വരുമായിരുന്നു റെക്കോർഡും കാര്യങ്ങളൊക്കെ ഒപ്പിടാൻ വേണ്ടി ലൈബ്രറിയിലോട്ട്. ഇവിടെ റോസാപ്പൂക്കെ നിൽപ്പുണ്ട്. അതൊക്കെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. വെള്ളം ഒഴിക്കാത്തോണ്ട് വാടിയതായിരിക്കും. ഇവിടെ ഒരു ഗ്രൗണ്ട് സെറ്റപ്പ് ചെറുതായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് സിവിലിന്റെ സർവേയുടെ ഭാഗമായിട്ട് വല്ലതും ചെയ്തിരിക്കുന്ന ആയിരിക്കും എന്ന്. നമ്മളെ ക്ലാസ് ഇവിടെയായിരുന്നു. സെക്കൻഡ് ഇയർ ഇവിടെ ആയിരുന്നല്ലേ? ഇവിടെ ഫസ്റ്റ് ഇയർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇല്ലേ? സെക്കൻഡ് ഇയർ നമ്മളിവിടെ ആയിരുന്നു അല്ലേ? സെക്കൻഡ് ഇയർ ഇലക്ട്രോണിക്സിന്റെ അവിടെ ആയിരുന്നു നമ്മൾ മെയിൻ ക്ലാസ് ആണ്. പക്ഷെ അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇതൊന്നും ഇല്ല. ഇത് ഇപ്പോഴും സെറ്റാക്കി അറേഞ്ച് ചെയ്ത് ഡ്രോയിങ് ഹാള് നമ്മുടെ അടുത്ത വ്യൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വെളിയിലോട്ടൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ വെളിയിലോട്ട് പോകുന്ന സമയത്ത് ഈ ബിൽഡിംഗ് ഇല്ല. ഇവിടെ ഫുള്ള് നിരപ്പായിരുന്നു. ഇപ്പോഴാണ് ഈ ബിൽഡിംഗ് വന്നത്. നമ്മൾ ഇറങ്ങാതാവുന്ന സമയത്ത് ബിൽഡിംഗ്. ഇത് ഇലക്ട്രിക്കലിന്റെ ഇലക്ട്രോണിക്സിന്റെ ഒക്കെ ഡ്രോയിങ് ഹാളാണ്. മറ്റേത് നേരത്തെ കണ്ടത് മെക്കാനിക്കലിന്റെ ഡ്രോയിങ് ഹാളായിരുന്നു. നമ്മളപ്പുറത്തായിരുന്നോ? ഇത് ഇവിടെ ആയിരുന്നോ? ഇത് നിങ്ങളായിരുന്നോ? ഇത് ഇലക്ട്രിക്കലിന്റെ ഒക്കെ ഞങ്ങളുടെ ഡ്രോയിങ് ഹാളാണ്. അപ്പൊ നമ്മളിവിടെ തന്നെ നമ്മളിവിടെ. ഈ വണ്ടി എല്ലാവർക്കും ഉണ്ടോ? അത് പക്ഷെ വുമൻസിന് വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു. വുമൻസ് പോളിടെക്നിക് കായംകുളോ? അവിടെ ഉള്ള പിള്ളേർ ഇങ്ങോട്ടൊന്ന് പഠിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ അവിടുത്തെ ബസ് ഇവിടത്തേക്ക് വേണ്ടി വാങ്ങിച്ചിട്ടേക്കുമായിരിക്കും. നമ്മൾ ഓഡിറ്റോറിയം, അതിവിശാലമായ ഓഡിറ്റോറിയം. ഇവിടെ കുറച്ച് ബദാമിൻ്റെ മരവും. ഇവിടെ ഒരു ക്രെയിൻ ഉണ്ടായിരുന്നു. ആ ക്രെയിൻ ഇപ്പോൾ ഇല്ല. ഇവിടെ ഒരു ക്രെയിൻ ഉണ്ടായിരുന്നു.
ഗുരുദക്ഷിണ ബൈ അലൂമിനി അസോസിയേഷൻ, ശ്രീനാരായണ പോളിടെക്നിക് കോളേജ്. അതെന്താണ് ഹെൽപ്പ് ഡെസ്ക് എന്ന് വെച്ചാൽ? അത് ഇവിടെ എന്താ പരിപാടി ഉണ്ടായിരുന്നു? അത് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഇവിടെ ആയിരുന്നെന്ന് തോന്നുന്നു എനിക്ക്. ഹെൽപ്പ് ഡെസ്കിൽ ആളിരുന്നത്. ഇവിടെ എന്താ പരിപാടി ഉണ്ടായി? എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചത്തേക്കാണെന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തു. നന്നായിട്ട് അറേഞ്ച് ആണ്ടാ. അതെല്ലാം കസേര ഉറക്കി വെച്ചാക്കുന്ന. അല്ല, എന്നാലും ബാക്ക് സ്റ്റേജ് കണക്ക് ചെയ്തിട്ടില്ലല്ലോ. എന്താ പരിപാടി ഉണ്ട് കേട്ടോ. ആ ലൈറ്റൊക്കെ എപ്പോഴും ഉണ്ടോ? ലൈറ്റ് നമ്മൾ ഇറങ്ങിയ ശേഷം വന്നതല്ലേ. നല്ല മാറ്റമുണ്ട്. അടിപൊളി നീറ്റാക്കി അടുക്കി ഇട്ടാകുന്നു. അതാണ്ടാ ലൈബ്രറി, പഴയ ലൈബ്രറി ആയിരുന്നു ഗൈസ്. അത് മുകളിലത്തെ നിലയിൽ ഞാൻ പോയിട്ടുണ്ട് ബുക്സ് ഒക്കെ എടുക്കാനായിട്ട് ലൈബ്രറി. പിന്നെ അവിടെ കുറച്ച് ചെടിയൊക്കെ അടുക്കി വെച്ചാകുന്നു. ചെടിയാണ് മടക്കി വെച്ചാകുന്നു. ചെടിയൊക്കെ ഉണ്ട്. ചെടി അതിപ്പം വന്നേന്ന് തോന്നുന്നു. അന്ന് ഇതിപ്പോ വർക്കിംഗ് അല്ലേ ലൈബ്രറി ഒന്നും? അല്ലല്ല, ഇതിന്റെ മുകളിൽ ഒരു ഗ്രാഫിക്സ് ഹാളുണ്ട്. ഇതിന്റെ മുകളിൽ പക്ഷെ അവിടെ പോണം. ഉണ്ട് സ്പേസ് ഉണ്ട്. അതുവഴി പോകാൻ പറ്റും. ഇത് നമ്മളെ ലാഭായിരുന്നു. സോളാർ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും മുകളില്. ഓക്കെ, ഏറ്റവും മുകളില് സോളാർ. ഇത് ചെടിയൊന്നും എപ്പോഴും ക്യാൻഡി. പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് വർക്കിംഗ് ആയിരുന്നല്ലേ? ഇടയ്ക്ക് വെച്ച് വർക്കിംഗ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ചത് വർക്കിംഗ് ആയിരുന്നു. പിന്നെ അത് വർക്കിംഗ് ഇല്ലാതെ സ്റ്റോപ്പായല്ലേ. ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ. കോളേജിൽ ആയിരുന്നു. സൺഡേ ആണ്. നമ്മൾ ജസ്റ്റ് ഇതുവഴി പോയപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മളൊന്ന് ഒന്ന് മീറ്റ് ചെയ്തപ്പോൾ ഒന്ന് കോളേജിലൂടെ ഒന്ന് അങ്ങനെ നമ്മൾ വന്നൊരു വീഡിയോ ഇവിടെ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ എടുത്തതാണ്. വല്ല നമ്മൾ തെറ്റായിട്ടുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. അതുകൊണ്ട് നമ്മൾ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് പറഞ്ഞു, അല്ലാതെ നമ്മൾ കോളേജിനെ കളിയാക്കി അങ്ങനെ സാധനം സംസാരിച്ചിട്ടില്ല അല്ലേ. പിന്നെ ഒന്ന് എനിക്ക് നമ്മളെ കോളേജ് തന്നെയാണോ? എനിക്കൊരു സംശയം. എനിക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ട് ഫുള്ള്. നമുക്ക് ഇതുവഴിയും കയറാം. പിന്നെ തൊട്ടപ്പുറത്തോടെ വഴിയാണ്. ഈ 3 വർഷത്തോടെ നമുക്ക് ചെറിയൊരു മോഡൽ ഓഫ് എസ് എൻ കോളേജ് എന്ന് ചെറിയല്ല, അത്യാവശ്യം. ഇനി നമുക്ക് ഇവിടെ കൊണ്ട് വീഡിയോ നിർത്തിയാണ്. ഇനി നമുക്ക് ഞാൻ പുതിയ വീഡിയോസ്, കിടിലൻ വീഡിയോസ് ഇനി കൊണ്ടുവരുന്നത്.